ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. എൻ്റെ പേര് സന്ധ്യ. നമ്മളിന്ന് 20ാമത്തെ മോക്ക് ടെസ്റ്റാണ്. സൈക്കോളജിയിലെ വ്യക്തിത്വം എന്ന ചാപ്റ്ററിൽ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ പാർട്ട് 1 ആയിട്ട് ചെയ്തിരുന്നു 20 മാർക്കിന്. ഇന്ന് 25 മാർക്കിന് അടുത്ത കുറച്ച് ടോപ്പിക്കുകൾ എടുത്തിരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. വ്യക്തിത്വത്തിൻ്റെ പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം, സർഫസ് സോഴ്സ് ട്രെയ്റ്റ് തിയറി. പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ആൽപോർട്ടർ, സ്റ്റെയിൻബർഗ്, കാറ്റൽ, കാൾ റോജേഴ്സ്. ആരാണ് അത്? ഓപ്ഷൻ സി, കാറ്റലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാറ്റലിൻ്റെ അഭിപ്രായത്തിൽ നിസ്വാർത്ഥത എന്ന സവിശേഷ ഗുണത്തെ നിങ്ങൾ ഏത് സവിശേഷതയിൽ പെടുത്തും? പ്രഭവ സവിശേഷതകൾ, പ്രതല സവിശേഷതകൾ, സാമാന്യ സവിശേഷതകൾ, തനിമ സവിശേഷതകൾ. എന്തായിരിക്കും? ഓപ്ഷൻ എ, പ്രഭവ സവിശേഷതകളാണ്. ഒരു പ്രദേശത്തെ ജനതയിൽ ആകമാനം കാണപ്പെടുന്ന പൊതു സവിശേഷതകളെ കാറ്റൽ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? തനിമ സവിശേഷത, സാമാന്യ സവിശേഷതകൾ, പ്രതല സവിശേഷതകൾ, പ്രഭവ സവിശേഷതകൾ. ഏതാണ്? ഓപ്ഷൻ ബി, സാമാന്യ സവിശേഷതയാണ്. വ്യക്തിയിൽ അനന്യവും തനതുമായി കാണപ്പെടുന്നതുമായ സവിശേഷതകളെ കാറ്റൽ വിശേഷിപ്പിച്ചത് തനിമ സവിശേഷതകൾ, സാമാന്യ സവിശേഷതകൾ, പ്രതലം, പ്രഭവം. ഏതായിരിക്കും അത്? ഓപ്ഷൻ എ, തനിമ സവിശേഷതയാണ്. പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വ്യക്തിത്വത്തിൻ്റെ ബാഹ്യമായി പ്രകടമാകുന്ന നിരീക്ഷണ വിധേയമായ പ്രവർത്തനങ്ങളാണ് പ്രതല സവിശേഷതകളെ പരിഗണിക്കുന്നത്. പ്രതല സവിശേഷതയ്ക്ക് കാരണമാകുന്ന ആന്തരിക മാനസിക സവിശേഷതകളാണ് എന്തെന്ന് പറയുന്നത്? പ്രഭവ സവിശേഷതകൾ എന്ന് പറയുന്നത്. പ്രഭവ സവിശേഷതകൾ ബാഹ്യമായി കാണാവുന്നതോ നിരീക്ഷണ വിധേയമോ അല്ല. ഇതിലേതാണ് ശരി? ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ്. പിന്നെ എന്താണെന്ന് നോക്കണ്ടേ നമുക്കിത്? ഓക്കെ, അതായത് പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം എന്ന് പറയുന്നത് ആർ.ബി. കാറ്റൽ, അതായത് നമ്മുടെ കാറ്റലിൻ്റെ സിദ്ധാന്തമാണ്. നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് പറഞ്ഞത്? വ്യക്തിത്വ സവിശേഷക സമീപനത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? G.W. ആൽപോർട്ട്, ആർ.ബി. കാറ്റൽ ആൻഡ് H.G. ഐസെങ്ക്. അതിൽ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം, തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ ആരുടെയായിരുന്നു? അത് G.W. ആൽപോർട്ടാണ്. അതേപോലെ തന്നെ G.W. ആൽപോർട്ട്. അത് കാറ്റൽ വ്യക്തിത്വത്തെ 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, 4 തിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് സാമാന്യ സവിശേഷത എന്ന് പറയുന്നത്. സാമാന്യ സവിശേഷത. രണ്ടാമത്തത് തനിമ സവിശേഷത. മൂന്നാമത്തത് എന്താണ്? പ്രതല സവിശേഷത. നാലാമത്തതാണ് എന്ത്? പ്രഭവ സവിശേഷത. ഓക്കെ, 4 ഈ സാമാന്യ സവിശേഷത എന്ന് പറഞ്ഞാൽ സാമാന്യം, പൊതുവായിട്ടുള്ളത്, അതായത് ജനതയിൽ ആകമാനം കാണുന്നതിനെയാണ് സാമാന്യ സവിശേഷത എന്ന് പറയുന്നത്. ജനതയിൽ ഒന്നാകെ കാണുന്നത്, അതായത് നമ്മുടെ സഹകരണം, സത്യസന്ധത, ഇതൊക്കെ സാമാന്യ സവിശേഷതയാണ്. ഇനി തനിമ സവിശേഷത എന്താണ്? ഒരു വ്യക്തിയുടെ തനിമയെ സൂചിപ്പിക്കുന്നത്, അതായത് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ, ചിത്തവൃത്തി, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? തനിമ സവിശേഷത എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രതല സവിശേഷത. അതായത് ഒരു വ്യക്തിയുടെ ബാഹ്യ പ്രകടനം കണ്ടിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പ്രതല സവിശേഷത. ജിജ്ഞാസ, വിശ്വാസ്യത, അതേപോലെ നയചാതുര്യം, ഇതൊക്കെ നമുക്ക് പ്രതല സവിശേഷതകൾക്ക് ഉദാഹരണം പറയാം. ബാഹ്യ പ്രകടനം കണ്ട് മനസ്സിലാക്കുന്നതാണ്. ഇനി എന്താണ് പ്രഭവ സവിശേഷത എന്ന് പറഞ്ഞാൽ? വ്യക്തിയുടെ വ്യവഹാരങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന അടിസ്ഥാന സവിശേഷതകളോ പ്രഭാവങ്ങളോ ആണ്. അതായത് ഈ പ്രതല സവിശേഷതകൾക്ക് കാരണം എപ്പോഴും എന്തായിരിക്കും? ഈ പ്രതല സവിശേഷതകളായിരിക്കും. ഓക്കെ, അല്ല, പ്രതല സവിശേഷതയ്ക്ക് കാരണമാണ് ഈ പ്രഭവ സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഉള്ളിലുള്ള കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിസ്വാർത്ഥത, അതേപോലെ വിധേയത്വം. അതായത് നമുക്കത് പെട്ടെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആർ.ബി. കാറ്റലെ പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹം വ്യക്തിത്വ സവിശേഷതയെ 4 തരംതിരിച്ചിരിക്കുന്നു. സാമാന്യ സവിശേഷത അഥവാ കോമൺ ട്രൈറ്റ്സ്, തനിമ സവിശേഷത അഥവാ യുണീക്ക് ട്രൈറ്റ്സ്, പ്രതല സവിശേഷത അഥവാ സർഫസ് ട്രൈറ്റ്സ്, പ്രഭവ സവിശേഷത അഥവാ സോഴ്സ് ട്രൈറ്റ്. പ്രഭവം എവിടെ നിന്നാണോ അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്വ വ്യക്തിത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണെന്ന്? പക്വ വ്യക്തിത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? പക്വ വ്യക്തിത്വം. ഷെൽഡൻ, കാൾ യുങ്, ആൽപോർട്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്. എന്താണ് പക്വ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ? എന്താണ്? മെച്ചുവേർഡ് പേഴ്സണാലിറ്റി. അത് ആരുടെയാണ്? G.W. ആൽപോർട്ടിൻ്റെയാണ് പക്വ വ്യക്തിത്വം എന്ന ആശയം. ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ പക്വ വ്യക്തിത്വം
വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാണ് മറ്റുള്ളവരോടുള്ള അനുകമ്പ, വൈകാരിക സ്ഥിരത, ജീവിതത്തോടുള്ള ഏകാത്മദർശനം, അതേപോലെ ഇവയെല്ലാം. ഏതാണ് ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ പക്വ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി, ഇവയെല്ലാമാണ്. അതായത് നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. പക്വ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 6 മാനദണ്ഡങ്ങളാണ് പക്വ വ്യക്തിത്വത്തിനുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, വിപുലീകൃത അഹം എന്ന് പറയും, എക്സ്റ്റെൻഡഡ് സെൽഫ്. വിപുലീകൃത അഹം മറ്റുള്ളവരുടെ താല്പര്യങ്ങളും ക്ഷേമവും തൻ്റേതിനോടൊപ്പം തന്നെ പരിഗണിക്കുന്ന വിശാലമായ ചിന്താഗതി, അതാണ് വിപുലീകൃത അഹം. പിന്നെ എന്താണ്? ഊഷ്മളമായ ബന്ധങ്ങൾ, മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും ഒക്കെ നേടിയെടുക്കാനായിട്ട് നമ്മൾ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. പിന്നെ എന്താണ്? ആത്മസന്തുലനം, അല്ലേ? അതായത് പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാകണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും എടുത്തു ചാടി എന്താണ് നമ്മൾ ആത്മസന്തുലനം പാലിക്കണം. അതെന്ന് പറയുന്ന ഒരു മെച്ചുവേർഡ് പേഴ്സൻ്റെ എപ്പോഴും ഒരു എക്സാമ്പിളാണ്, അല്ലേ? അയാളുടെ ഒരു ലക്ഷണമായിരിക്കും. പിന്നെ എന്താണ്? യാഥാർത്ഥ്യബോധം. എപ്പോഴും എന്താണ്? എല്ലാ കാര്യങ്ങളെയും റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ അതിനോട് അപ്രോച്ച് ചെയ്യണം. അല്ലാണ്ട് അതിനെ ഇമാജിനിങ് ചെയ്തിട്ട് അങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്നല്ല. റിയലിസ്റ്റിക്കായിട്ട് എന്താണോ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. അങ്ങനെയായിരിക്കും എപ്പോഴും ഒരു മെച്ചുവർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഏകാത്മ ജീവിത ദർശനം, അല്ലേ? സ്വന്തം നമ്മുടെ എന്താണ് ജീവിതത്തോടുള്ള ഇപ്പം നമുക്കൊരു വിഷൻ ഉണ്ടാവണം എപ്പോഴും. അതേപോലെ ലാസ്റ്റ് വണ്ണാണ് ആത്മധാരണ, അല്ലേ? നമ്മുടെ കഴിവുകളെപ്പറ്റിയും നമ്മുടെ പരിമിതികളെപ്പറ്റിയൊക്കെ നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. ഇത്രയുമാണ് ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ പക്വ വ്യക്തിത്വത്തിന് സവിശേഷതയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബിഗ് 3 മോഡൽ എന്നറിയപ്പെടുന്ന വ്യക്തിത്വ സിദ്ധാന്തം ഏത്? പ്രതല പ്രഭവ സിദ്ധാന്തം, ത്രിമാന സിദ്ധാന്തം, ത്രിമാന ബുദ്ധി സിദ്ധാന്തം, മാനസിക അപഗ്രഥനം. ഏതാണ് ബിഗ് 3 മോഡൽ എന്നറിയപ്പെടുന്നത്? ഏതാണിത്? ഓപ്ഷൻ ബി, ത്രിമാന സിദ്ധാന്തമാണ് വ്യക്തി സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ത്രിമാന സിദ്ധാന്തമാണ് ബിഗ് 3 മോഡൽ എന്നറിയപ്പെടുന്ന വ്യക്തി സിദ്ധാന്തം. അപ്പോൾ അതെന്താന്ന് നോക്കണ്ടേ? വ്യക്തി സിദ്ധാന്തം എന്താന്ന്? ത്രിമാന സിദ്ധാന്തം, അല്ലേ? അതിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഐസങ്കിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വ പ്രരൂപങ്ങളിൽ ഉൾപ്പെട്ടത് ഏത്? അതായത് ഇദ്ദേഹം പറയുന്ന ബിഗ് 3 മോഡൽ എന്ന് പറയുന്നത് ശരിക്കും ബഹിർമുഖത്വം, ന്യൂറോട്ടിസം, സൈക്കോട്ടിസം, ഇവയെല്ലാം. ഇതേതായിരിക്കും ആൻസർ? ഇവയെല്ലാം. കാര്യം ഇദ്ദേഹം പറയുന്ന ബിഗ് 3 മോഡൽ എന്ന് പറയുന്ന ഈ 3 എണ്ണമാണ്: ബഹിർമുഖത്വം, ന്യൂറോട്ടിസം, സൈക്കോട്ടിസം. ഇത്രയും 3 കാര്യങ്ങളാണ് പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്നാണ് ഐസങ്ക് പറയുന്നത്. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് GW ആൽപോർട്ട്, RB കാറ്റൽ, HJ ഐസങ്ക്, ഹിപ്പോക്രാറ്റസ്. ആരാണ്? ഓപ്ഷൻ സി, HJ ഐസങ്ക് ആണ്. അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് കണ്ട് മറ്റൊരു കുട്ടി ഈ വ്യവഹാരം ആവർത്തിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ കുട്ടിയിൽ കണ്ട വ്യവഹാരം വ്യക്തിത്വ ചലനാത്മകതയുടെ ഏത് ഘട്ടത്തിൽപ്പെടുന്നു? ഏത് ഘട്ടത്തിലായിരിക്കും പെടുന്നത്? സ്പെസിഫിക് റെസ്പോൺസ് ലെവല്, ട്രൈറ്റ് ലെവല്, ഹാബിച്വൽ റെസ്പോൺസ് ലെവല്, ടൈപ്പ് ലെവല്. ഏതായിരിക്കും? ഇത് ഓപ്ഷൻ എ, സ്പെസിഫിക് റെസ്പോൺസ് ലെവലാണ്. അതായത് നമ്മളിപ്പോൾ എന്താണ്, അധ്യാപകനെ കാണുമ്പോഴേക്കും ഒരാൾ ഗുഡ് മോർണിംഗ് പറയുവാണ്, ഉടനെ തന്നെ എന്ത് ചെയ്തു, അടുത്തൊരു കുട്ടിയും എന്ത് ചെയ്യുന്നുണ്ടത് കാണുമ്പോൾ തന്നെ വേഗം അവനും ഗുഡ് മോർണിംഗ് പറയുവാണ്. അതായത് നമ്മുടെ ഒരു സന്ദർഭത്തിൽ എന്താണ്, അല്ലേ, ഒരു പ്രത്യേക പ്രതികരണം കുട്ടി ചെയ്യുവാണ്. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ സന്തോഷത്തോടെ അവൻ ആ കാര്യം ചെയ്യുവാണ് മറ്റൊരു കുട്ടി. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളൊരു കാര്യം ഒരാൾ ചെയ്യുന്ന കണ്ടു നമ്മൾ അതങ്ങനെ തന്നെ റെസ്പോണ്ട് ചെയ്യുവാണ്, സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ. അതായത് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയിൽ 4 ഘട്ടങ്ങളായാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ. നെക്സ്റ്റ് വൺ ഹാബിച്വൽ ലെവലാണ്. അതായത് ഇപ്പോൾ ഈ കണ്ട കുട്ടി, അതായത് രണ്ടാമത്തെ കുട്ടി എന്ത് ചെയ്തു, ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവൻ പിന്നെ എന്ത് ചെയ്യും, അവൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോഴും അതേപോലെ മറ്റ് ടീച്ചേഴ്സിനെ കാണുമ്പോഴും അവൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു ഗുഡ് മോർണിംഗ് പറയാനായിട്ട് അവൻ ശ്രമിക്കും. അതായത് അതിൻ്റെ ഹാബിറ്റായിട്ട് വരും. അതുകൊണ്ടാണ് അതിനെ ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ട്രൈറ്റ് ലെവൽ. ഇതിങ്ങനെ ശീലമായി കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് അവൻ എവിടെ ചെന്നാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ വരും, അവൻ്റെ വായിൽ നിന്ന് വരും ഗുഡ് മോർണിംഗ്. ആരെ കണ്ടാലും എന്താണ്, പെട്ടെന്ന് ഒരാളെ കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വായിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഗുഡ് മോർണിംഗ് വരും. ഇതിനെയാണ് നമ്മൾ ട്രൈറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി നാലാമത്തതാണ് എന്താ, ടൈപ്പ് ലെവൽ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, ടൈപ്പ് ലെവൽ. അതായത് അവൻ എന്താണ്, ആ ഒരു കാര്യത്തോടുകൂടി അവനുണ്ടാകുന്നൊരു വ്യക്തിത്വം ഉണ്ടാകും,
അല്ലേ? ഇപ്പം നമുക്കറിയാം അവൻ അങ്ങനെ ഒരു നല്ലൊരു കുട്ടിയാണ്, നമുക്കെന്താ പൊതുവെ ഒരു അഭിപ്രായം വരും, അവൻ എന്താ നമ്മളെ കാണുമ്പോൾ ചിരിക്കും, ഓക്കെ അവൻ ഗുഡ് മോർണിംഗ് പറയും, നമുക്കെന്താ ആ ഒരു ടൈപ്പിനെയാണ് പറയുന്നത് ടൈപ്പ് ലെവൽ. അതായത് കുറേ കാര്യങ്ങളൊക്കെ ചേർന്ന് അവനിൽ എന്ത് പറ്റും, ഒരു നല്ലൊരു വ്യക്തിത്വം രൂപം കൊള്ളും. അതിനെയാണ് ടൈപ്പ് ലെവൽ എന്ന് പറയുന്നത്. അതായത് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയിൽ 4 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. ഏതൊക്കെയാണ്? സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് എന്താണ്? അവൻ്റെ ഒരു ഹാബിറ്റായിട്ട് മാറും, ഹാബിച്വൽ ലെവൽ. പിന്നെ എന്താണ്? ട്രെയ്റ്റ് ലെവൽ, അല്ലേ? പിന്നീട് അവൻ എപ്പോഴും എന്താണ്, അവൻ സമൂഹത്തിൽ എവിടെ ചെന്നാലും ആരെ കണ്ടാലും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ടൈപ്പ് ലെവൽ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇതിൽ ഏറ്റവും ഉയർന്ന തലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ടൈപ്പ് ലെവലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐസങ്കിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിൻ്റെ ടൈപ്പുകൾ എത്ര തരമാണ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, വ്യക്തിത്വം എത്ര ടൈപ്പുകളുണ്ട്? ഐസങ്കിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് എത്ര തരമുണ്ട്? 3 തരമാണുള്ളത്. ഓക്കെ, എത്ര തരമുണ്ട്? 3 തരം. ഏതൊക്കെയാണത്? ഫസ്റ്റ് വണ്ണാണ് അന്തർമുഖരും ബഹിർമുഖരും എന്ന് പറയും. അന്തർമുഖരും ബഹിർമുഖരും, അന്തർമുഖത്വവും ബഹിർമുഖത്വവും. രണ്ടാമത്തേതാണ് നാഡീരോഗവ്യവസ്ഥയും രോഗമില്ലാത്ത വ്യവസ്ഥയും. മൂന്നാമത്തെ മനോരോഗാവസ്ഥയും മനോരോഗമില്ലാത്ത അവസ്ഥയും. ഇങ്ങനെ 3 ലെവലാണ് ഐസങ്കിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വം എന്ന് പറയുന്നത്. 3 തരത്തിലാണ്: അന്തർമുഖത്വം, ബഹിർമുഖത്വം, നാഡീരോഗവ്യവസ്ഥ, നാഡീരോഗമില്ലാത്ത അവസ്ഥ, മനോരോഗാവസ്ഥ, മനോരോഗമില്ലാത്ത അവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന്? അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണെന്ന് പറഞ്ഞത് ആരാണ്? അത് നമ്മുടെ കാൾ റോജേഴ്സനാണ്. കാൾ റോജേഴ്സിൻ്റെയാണ്. യുങ്, കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ, കാറ്റൽ. ആരാണെന്ന്? കാൾ റോജേഴ്സൺ. ഓക്കെ, പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാധരം, ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരം നൽകണം എന്നത് ആരുടെ തത്വമാണ്? ആരുടെയാണ്? കാൾ റോജേഴ്സൺ, വാട്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, തോണ്ടേക്ക്. അതാരാണ്? ഓപ്ഷൻ എ, കാൾ റോജേഴ്സിൻ്റെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ഘട്ടസിദ്ധാന്തം ജീൻ പിയാഷെ, ബോധനോദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം, സഹവർത്തിത്വ പഠനം വൈഗോട്സ്കി, വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആരാണ്? ആൽപോർട്ട് അല്ല, അതാരാണ്? കാൾ റോജേഴ്സനാണ്. അപ്പോൾ ഏതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. കാൾ റോജേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ആത്മാവബോധം എന്നാൽ, ദ സെൽഫ് എന്നാൽ, വ്യക്തിയുടെ അനുഭവങ്ങളുടെ സ്വീകൃതമായി കഴിഞ്ഞ ബോധാംശം, വ്യക്തി ഏതു രീതിയിലായിത്തീരണമെന്ന ആഗ്രഹം, ഇവ രണ്ടും ഇതൊന്നുമല്ല. ഏതായിരിക്കും? കാൾ റോജേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ആത്മാവബോധം, ദ സെൽഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ, അതായത് യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത്, അതാണ് ഒരു വ്യക്തിയുടെ അനുഭവങ്ങളുടെ സ്വീകൃതമായി കഴിഞ്ഞ ബോധാംശം, അവൻ എന്തായി തീർന്നു എന്നുള്ളത്, അതിനെയാണ് ദ സെൽഫ് എന്ന് പറയുന്നത്. സോ ഇതാണ് ആൻസർ. ഇനി വ്യക്തി ഏത് രീതിയിലായി തീരണമെന്ന ആഗ്രഹം എന്തായിരിക്കും? അതെന്ന് പറയുന്നത് എന്താണ്? ഐഡിയൽ സെൽഫാണ്. താൻ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദർശാത്മക അഹം എന്ന് പറയും. മറ്റേത് ആത്മാവബോധം അഥവാ അഹം, എന്താണ്? ദ സെൽഫ് എന്ന് പറയും. അതായത് കാൾ റോജേഴ്സൺ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ആത്മാവബോധം, ദ സെൽഫും ഐഡിയൽ സെൽഫും ഉണ്ട്, റിയൽ സെൽഫും ഉണ്ട്. താൻ ആരായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അതിനെയാണ് നമ്മൾ ഐഡിയൽ സെൽഫ് എന്നും, അതേപോലെ ആരായി തീർന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, കക്ഷി കേന്ദ്രീകൃത ചികിത്സ, നിർദ്ദേശരഹിത കൗൺസിലിംഗ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ആരാണ്? അതും ഓപ്ഷൻ കാൾ യുങ്, കാൾ റോജേഴ്സ്, ആൽഫ്രഡ് അഡ്ലർ, ഫ്രോയിഡ്. ആരാണ്? കക്ഷി കേന്ദ്രീകൃത ചികിത്സ, ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി അഥവാ നിർദ്ദേശരഹിത കൗൺസിലിംഗിൻ്റെയൊക്കെ ഉപജ്ഞാതാവാണ് ആര്? ഓപ്ഷൻ ബി, കാൾ റോജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങൾ ഏറ്റവും പ്രാഥമികമായ ആവശ്യം.
സുരക്ഷിതത്വം, ആദരിക്കപ്പെടുക, അംഗീകാരം നേടുക, ആത്മസാക്ഷാത്കാരം. പ്രാഥമികമായ ആവശ്യമാണേത്? സുരക്ഷിതത്വം എന്ന് പറയുന്നത്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടുമുകളിൽ വരുന്ന ആവശ്യം എന്താണ്? ശാരീരിക ആവശ്യങ്ങൾ എന്നതിന് തൊട്ടുമുകളിൽ വരുന്നത് സൗന്ദര്യാത്മകം, ആദരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക, സുരക്ഷിതത്വം. ഏതായിരിക്കും ശാരീരിക ആവശ്യങ്ങളുടെ തൊട്ടുമുകളിൽ വരുന്നത്? ഓപ്ഷൻ ഡി, സുരക്ഷിതത്വമാണ്. എബ്രഹാം എച്ച് മാസ്ലോ അവതരിപ്പിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലമാണേത്? ഏതാണത്? കലാപരം, ആത്മാഭിമാനം, സുരക്ഷിതത്വം, ആത്മസാക്ഷാത്കാരം. ഓപ്ഷൻ ഡി, ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ സ്വത്ത് സാക്ഷാത്കാരം എന്നൊക്കെ പറയും. ഓക്കെ. മാസ്ലോവിൻ്റെ അഭിപ്രേരണാക്രമത്തിൽ പെടാത്തവയാണ് പ്രതികാര ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം, അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അത് ഓപ്ഷൻ എ, പ്രതികാര ആവശ്യങ്ങളാണ്. ഇതിനെ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താഴെ കൊടുത്തിട്ടുള്ളവയിൽ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആത്മസാക്ഷാത്കാരം അഥവാ സ്വത്ത് ആവിഷ്കാരം. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിലുള്ളത്, സുരക്ഷിതത്വത്തിനും അഭിമാനബോധത്തിനും ഇടയിലുള്ളത് ഏതായിരിക്കും? വൈജ്ഞാനിക ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. ഓപ്ഷൻ ഡി, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. മനുഷ്യൻ്റെ സാമൂഹ്യ ആവശ്യങ്ങളിൽ ഒന്നാണ് ആഹാരം, വായു, വസ്ത്രം, അംഗീകാരം. ഇവയൊന്നുമല്ല. സാമൂഹ്യ ആവശ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സാമൂഹ്യ ആവശ്യം എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി, അംഗീകാരമായിരിക്കും. സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് ആരാണ്? ഇത്ര നേരം പറഞ്ഞതല്ലേ, എബ്രഹാം മാസ്ലോ. മാസ്ലോയുടെയാണ് ആത്മയാഥാർത്ഥ്യവൽകൃത സിദ്ധാന്തം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി അല്ലെങ്കിൽ സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം. ഒത്തിരി നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ടത് ഈ മലയാളം വേർഡ്സാണ്. കാര്യം നമ്മൾ ഓൾറെഡി BEd ഒക്കെ കഴിഞ്ഞവർക്ക് ഇംഗ്ലീഷ് വേർഡ്സ് ആയിരിക്കും നമ്മൾ പഠിച്ചിരിക്കുക. അപ്പോൾ മലയാളം വേർഡ്സ് വരുമ്പോഴേക്കും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, തെറ്റിപ്പോകരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ എബ്രഹാം മാസ്ലോയുടെ ആ ഒരു ശ്രേണി എന്ന് പറയുന്നത്. എന്താണ് ആദ്യം അദ്ദേഹം പറയുന്നത്? ഭൗതിക ആവശ്യങ്ങളാണ്. എന്തൊക്കെയാണ്? നമ്മുടെ ശ്വസനം, ആഹാരം, ജലം, ലൈംഗികത, നിദ്ര, വിസർജനം. ഇതൊക്കെ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭൗതികത്തിന് ശേഷം എന്താണ് വരുന്നത്? നമുക്ക് സുരക്ഷിതത്വം വേണം അല്ലേ? ശരീരം, ഉദ്യോഗം, വിഭവങ്ങൾ, ചാരിത്രം, കുടുംബം, ആരോഗ്യം എന്നിവയുടെയൊക്കെ സുരക്ഷിതത്വം വേണം. അപ്പോൾ സുരക്ഷിതത്വം കിട്ടി. അപ്പോൾ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ? സുരക്ഷിതത്വം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് എന്താണ്? സ്നേഹബന്ധങ്ങളാണ്, സൗഹൃദം, കുടുംബം, ലൈംഗിക ബന്ധമൊക്കെ. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ആദരമാണ് അല്ലേ? നമുക്ക് എപ്പോഴും ഒരു ലൈഫിൽ നമ്മളൊന്ന് സെക്യൂർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്നത്, നമുക്ക് നല്ല നിലയിലേക്ക് എത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ആദരവ്, ബഹുമാനം, ആത്മവിശ്വാസം, വിജയം എന്നിവ. നെക്സ്റ്റ് ആണ് എന്ത് പറയുന്നത്? വ്യക്തിത്വം അല്ലേ? ലാസ്റ്റ് വൺ വരുന്നത് അതെന്ന് പറയുന്നതാണ് അല്ലേ? നമ്മുടെ ആ ഒരു എല്ലാത്തിലും നമ്മൾ പൂർണ്ണമായി എത്തുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 25 ക്വസ്റ്റ്യൻസ്. എപ്പോഴത്തെയും പോലെ മാർക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷേ നിങ്ങളൊന്ന് വീഡിയോ ലൈക്കും കൂടി ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി എത്തിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എൻ്റെ നിർദ്ദേശങ്ങളും എന്നടുത്ത് പറയുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്